പോലും തരാത്ത അധികാരികളാണ് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ കേരളത്തിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ലോബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ജനവികാരം, അത്തരത്തിലുള്ള സമീപനത്തിനെതിരായിട്ട് റോഡുകൾ ഉടൻ ടാർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സമീപനത്തിന് വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള ഇടപെടൽ സമരങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ നേതാക്കളായിട്ടുള്ള സഖാവ് കെ മണികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സഖാവ് സുനിൽ, എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇതിനെയുള്ള യാത്ര വളരെയേറെ ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്, വിശേഷിച്ച് നമ്മുടെ ജില്ലയിലെ UDF-ന്റെ നേതൃത്വം പറഞ്ഞത് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്തെ ഗവൺമെൻറ് കാശ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും അതേപോലെ തന്നെ റീടാറിങ്ങും ഹൈവേയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. പച്ചക്കള്ള നമ്മുടെ ജനങ്ങളെ ഈ പ്രദേശങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡാകെ ടാർ ചെയ്ത സാഹചര്യം ഉണ്ടായി 2002. യാത്രക്കാരുടെ നട്ടല്ലല്ലോ ഒന്നായി പൊട്ടുന്നു. ഹൈവേ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസിലേക്കും PWD ഓഫീസിലേക്കും അതുപോലെ തന്നെ നീലേശ്വരത്തും കാഞ്ഞങ്ങാടുമാണ് മാർച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ാണ് അധികാരികൾ പറഞ്ഞത്. കരാറുകാർ തമ്മിലുള്ള കിടമത്സരം റീചാർജ് ചെയ്യുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ PWD ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് സിജി മാത്യുവിനെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഏറ്റവും സജീവമായി ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡും നീലേശ്വരത്തും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാടും നാഷണൽ ഹൈവേയുടെയും അതുപോലെ തന്നെ PWD ഓഫീസിലേക്കും ഡിവൈഎഫ്ഐയുടെ യുവജന സഖാക്കൾ മാർച്ച് നടത്തുകയാണ്. നമുക്കറിയാം, ഒരു നാടിൻ്റെ വികസനവും ഈ ഒരു നാടിൻ്റെ നേർസാക്ഷ്യവുമെല്ലാമാണ് നമ്മുടെ നാടിൻ്റെ റോഡുകളും പാലങ്ങളുമെല്ലാം. ഒരു നാട്ടിലേക്ക് ആളുകൾ കടന്നു വന്നാൽ നമ്മുടെ നാടിൻ്റെ ഭരണകർത്താക്കൾ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങളും മറ്റെല്ലാം പരിശോധിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇപ്പം നാഷണൽ ഹൈവേൻ്റെയും അതുപോലെ തന്നെ ചില PWD സംസ്ഥാന റോഡുകളുടെയും എല്ലാം അവസ്ഥ നാളിതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് ശോച്യാവസ്ഥയിലേക്ക് പോയിരിക്കുക. നിരവധി കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും എല്ലാം നടത്തുന്നു. ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേയുടെ ജില്ലാ ഓഫീസിലേക്ക് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പോയി. അപ്പോൾ അതിൻ്റെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തടസ്സവുമില്ല, ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നമുണ്ടായിരുന്ന കഴിഞ്ഞ ആഗസ്റ്റ് മാസം വരെ ഒരു കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള യഥാർത്ഥമുള്ള കേസല്ല. ഇത് കരാർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില PWD കോൺട്രാക്ടർമാരുടെ തിന്നുകൊടുക്കാനുള്ള ആശ, അത് അതിമോഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കേസാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിശ്ചിതാർത്ഥ്യത്തിൻ്റെ ഭാഗമായിട്ട് അത് എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കണമെന്ന ഉള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും.